അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നക്തുബു സ്വഹീഹ മിമ്മ ബൈനൽ ഖൗസൈനി. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്നും ശരിയായത് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഡാഷ് ഖബൂലുൽ വദിഅത്തി അലാ മൻ യഗ്ജിസു അൻ ഹിഫ്ളിഹ എന്നാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഓപ്ഷൻസിൽ ഏതെല്ലാം കൊടുത്തിട്ടുണ്ട്? വ ഹറുമ എന്നുള്ളതും വ കുരിഹ എന്നുള്ളതും വ നുദിബ എന്നുള്ളതുമാണ്. അപ്പം അതിനോട് ശരിയായിട്ടുള്ളത് ഏതാണ്? വ ഹറുമ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് സൂക്ഷിപ്പ് സ്വത്ത് സംരക്ഷിക്കുന്നതിൽ അശക്തനായ ഒരുത്തന് അതിനെ സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതെന്താണ്? ഹറാമാണ്. ഇനി രണ്ടാമത്തത് ഡാഷ് ഹിയ ഉഖ്തു ഉമ്മിക്ക. അപ്പോ നിന്റെ ഉമ്മയുടെ സഹോദരിക്ക് പറയുന്നത് എന്താണെന്നാണ്. വൽ അമ്മത്തു വൽ ഖാലത്തു വൽ ജദ്ദത്തു. ഏതാണ്? വൽ ഖാലത്തു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് ഡാഷ് അൽ വസിയത്തു ബി റുജൂഇൻ അനിൽ വസിയത്തി. അപ്പൊ അവിടെ ഏതാണ് എഴുതാനുള്ളത്? വ തസിഹു എന്നുള്ളതാണോ, അല്ലെങ്കിൽ വ തഖ്ബലു എന്നുള്ളതാണോ, അല്ലെങ്കിൽ വ തബ്തുലു എന്നുള്ളതാണോ? അപ്പൊ അവിടെ എഴുതാനുള്ളത് വ തബ്തുലു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം വസിയത്ത് അതിൽ നിന്ന് മടങ്ങൽ കൊണ്ട് ബാത്തിലാകും എന്നതാണ്. അപ്പൊ അവിടെ തബ്തുലു ബാത്തിലാകും എന്നുള്ളതാണ്. ഇനി നാലാമത്തത് വ യുസന്നു അൻ യൻവിയൽ മുതസവ്വിജു ബിൻ നിക്കാഹി ഡാഷ് അൽ മുബാഹ അൽ സുന്നത്ത അൽ വാജിബ. എന്താണ്? അൽ സുന്നത്ത എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ കല്യാണം കഴിക്കുന്ന രണ്ട് ആളുകൾ നിക്കാഹ് കൊണ്ട് കരുതേണ്ടത് എന്തുകൂടിയാണ്? ബി അസുന്നത്തു, നബി ചര്യ കൂടിയാണ്. അപ്പൊ അവിടെയാണ് സുന്നത്ത് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് യഹ്റുമു മിന റവാഗി മാ ഡാഷ് മിന നസബി. അവിടെ ഏതാണ്? യഹ്റുമു എന്നുള്ളതാണോ, അല്ലെങ്കിൽ വ യക്റഹു എന്നുള്ളതാണോ, വ യജൂസു എന്നുള്ളതാണോ? ഏതാണ്? യജൂസു എന്നുള്ളതാണോ? ഏതാണ് എഴുതാനുള്ളത്? യഹ്റുമു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം യഹ്റുമു മിന റവാഗി, മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകും. മാ യഹ്റുമു മിനൻ നസബി, തറവാട് ബന്ധം കൊണ്ട് ഹറാമാകുന്നതെല്ലാം. അപ്പൊ തറവാട് ബന്ധം കൊണ്ട് ഹറാമാകുന്നതെല്ലാം മുലകുടി ബന്ധം കൊണ്ടും എന്ത് ചെയ്യും? ഹറാമാകും എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് സുൽ ബിൽ മുനാസിബി. അപ്പൊ അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ എന്താണ്? ഇഖ്ബാറു ഷഖ്സി അൽ ഇസ്ലാമു എന്നുള്ളതാണോ, അല്ലെങ്കിൽ ബി ഹഖി അലൈഹി എന്നുള്ളതാണോ, സുന്നത്തുൻ മുഅക്കദത്തുൻ എന്നുള്ളതാണോ, അല്ലെങ്കിൽ മൻ വലദത്ക എന്നുള്ളതാണോ, അല്ലെങ്കിൽ മതാഉ ബിൽ മഅറൂഫി എന്നുള്ളതാണോ? അപ്പൊ ഒന്നാമത്തോട് യോജിച്ചത് ഏതാണ്? ബി ഹഖിൻ അലൈഹി എന്നുള്ളതാണ്. രണ്ടാമത്തത് അൽ ഉമ്മ എന്താണ്? ഇതിനോട് യോജിച്ചത് ഏതാണ്? മൻ വലദതുക. അപ്പൊ നിന്നെ പ്രസവിച്ചവൾ ആരാണോ അവൾക്കാണ് എന്ത് പറയാ? ഉമ്മ എന്ന് പറയുക. ഇനി മൂന്നാമത്തത് മിൻ ലവാസിമിൽ അദാലത്തി. അപ്പൊ അതിനോട് ചോദിച്ചത് ഏതാണ്? അൽ ഇസ്ലാമു എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത് വലിൽ മുത്തല്ലഖാത്തി. അപ്പൊ അതിനോട് ചോദിച്ചതാണ് മതാവും ബിൽ മഅറൂഫി. വലിൽ മുത്തല്ലഖാത്തി എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെയ്യപ്പെട്ടവൾ, അവൾക്ക് മതാവും ബിൽ മഅറൂഫി. എന്താണ്? നഷ്ടപരിഹാരം, അവൾക്ക് എന്ത് കൊടുക്കണം? മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം എന്ത് ചെയ്യണം? നൽകണം എന്നുള്ളതാണ്. അപ്പോൾ മതാവും ബിൽ മഅറൂഫി എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്യമായ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഇനി അഞ്ചാമത്തത് വലീമത്തുൽ ഉർസി, കല്യാണ സദ്യ. എന്താണ്? സുന്നത്തുൻ മുഅക്കദത്തുൻ. അതെന്താണ്? മുഅക്കദായിട്ടുള്ള സുന്നത്താണ്. ഇനി മൂന്നാമത്തത് തമ്മീം എന്നുള്ളതാണ്. വ യജൂസു നളറ വജ്ഹിൽ മർഅതി ഡാഷ് വ ഷഹാദതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വ യജൂസു ജായിസാകും നളറു വജ്ഹിൽ മർഅതി, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ. എപ്പോഴൊക്കെ? ഇൻദൽ മുആമലത്തി എന്ന് പറഞ്ഞാൽ ഇടപാട് നടത്തുന്ന സമയത്തും, വ ഷഹാദതി സാക്ഷി നിൽക്കുന്ന സമയത്തും. അപ്പൊ അവിടെ ഇൻദൽ മുആമലത്തി എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് അൽ അഖ്ദു
ബി ലവാഹിരിൽ കിതാബിൻ വ സുന്നത്തി മിൻ ഉസൂലിൽ കുഫ്രി. അപ്പൊ അവിടെ എഴുതാനുള്ളത് ഏതാണ്? അൽ കിതാബി വ സുന്നത്തി എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് അൽ മുതഅത്തു മാലുൻ ഡാഷ് അസ്സൗജു ലിമൻ ഫാറഖഹ ബി ഷുറൂത്തി. അപ്പൊ മുതഅത്തു മാല് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാലുൻ ഒരു ധനമാണ്. യദ്ഫഉഹു. അപ്പോൾ ആദ്യം നോക്കാം, മുതഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപരിഹാരമാണ്. അപ്പോൾ നഷ്ടപരിഹാരം എന്നത് ചില നിബന്ധനകൾ അടിസ്ഥാനമാക്കി ഭർത്താവ് ഭാര്യക്ക് നൽകുന്ന ധനത്തിനാണ് എന്ത് പറയുക? മുതഅത്ത് എന്ന് പറയുക. ചില നിബന്ധനകൾ അടിസ്ഥാനമാക്കി ഭർത്താവ് ഭാര്യക്ക് നൽകുന്ന ധനത്തിനാണ് എന്ത് പറയുക? മുതഅത്ത് എന്ന് പറയുക. ഇനി നാലാമത്തതാണ് വ ശുരിത ഫിൽ വലിയ അദാലത്തുൻ വ ഹുരിയത്തുൻ വ തക്ലീഫിൻ വ ദുകൂരിൻ. അപ്പോൾ വലിയിനുള്ള ഷർത്തുകളാണ് അവിടെ ചോദിക്കുന്നത്. ഏതാണ്? വ ശുരുത്ത ഷർത്താക്കപ്പെടും ഫിൽ വലിയ വലിയിൽ അദാലത്തുൻ അവനാരായിരിക്കണം? വലിയ നീതിമാനായിരിക്കണം. വ ഹുരിയത്തുൻ സ്വതന്ത്രനായിരിക്കണം. വ തക്ലീഫുൻ അവിടെ തക്ലീഫുൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. തക്ലീഫുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ആളിനാണ് മുക്കല്ലഫ് എന്ന് പറയാം അല്ലെ. അപ്പൊ മുക്കല്ലഫുമായിരിക്കണം. വ ദുഖൂറത്തുൻ അവൻ ആരുമായിരിക്കണം? പുരുഷനും ആയിരിക്കണം. ഇനി അഞ്ചാമത്തത് വ യസിഹു ശരിയാകും ഡാഷ് ബിൽ മഹിരി മിൻ മുക്കല്ലഫത്തിൻ. അപ്പോൾ അവിടെ തബറു എന്നുള്ളതാണ് എഴുതാനുള്ളത്. വ യസിഹു ശരിയാകും. തബറു എന്താക്കല്? ഒഴിവാക്കൽ, വേണ്ട എന്ന് വെക്കൽ, സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ട എന്ന് വെക്കൽ. ബിൽ മഹിരി മഹർ കൊണ്ട്. അപ്പൊ മഹർ വേണ്ട എന്ന് വെക്കല് സ്വഹിയാകും. ആർക്ക്? മിൻ മുക്കല്ലഫത്തിൻ മുക്കല്ലഫായിട്ടുള്ള പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു സ്ത്രീക്ക് മഹർ വേണ്ട എന്ന് വെക്കൽ എന്താണ്? ശരിയാകും എന്നുള്ളതാണ്. നാലാമത്തത് റത്തിബ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് മിമ്മ നിസാഉ ഇന്നൽ മുതഅത്തി വുജൂബ അൻഹു യഅഫുലു. അപ്പൊ അത് ക്ലിയർ ആക്കി എഴുതുമ്പോൾ, ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇന്ന വുജൂബൽ മുതഅത്തി മിമ്മ യഅഫുലു അൻഹു നിസാഉ എന്ന് വരും. രണ്ടാമത്തത് ഹുവ മിൻ ഐരി അത്തഖ്ലീദു ഖൗലി അഖ്ദു മഗ്രിഫത്തിൽ മുജ്തഹിദി ദലീലിഹി. അപ്പൊ അത് ഓർഡർ ആക്കി എഴുതുമ്പോൾ അത്തഖ്ലീദു ഹുവ അഖ്ദു ഖൗലിൽ മുജ്തഹിദി മിൻ ഐരി മഗ്രിഫത്തി ദലീലിഹി എന്ന് വരും. അഞ്ചാമത്തത് തർജീബ് ആണ്. ഒന്നാമത്തെ ചോദ്യം യഹ്റുമു ബി റളാഖി മാ യഹ്റുമു മിനൻ നസബി. അർത്ഥം കുടുംബ ബന്ധത്താൽ ഹറാമാകുന്ന സ്ത്രീകൾ മുലകുടി ബന്ധത്താലും ഹറാമാകും. രണ്ടാമത്തത് വയജിബു തഫ്രീഖു ബൈന ഇബ്നി 10 സിനീന വ അബവൈഹി ഫിൽ മൽജഇ. അർത്ഥം 10 വയസ്സ് പ്രായമായ കുട്ടികളെ മാതാപിതാക്കളുടെ കൂടെ കിടത്താതിരിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തത് വശുരിത ഫി സൗജത്തി ഖുലുവുൻ മിൻ നിക്കാഹിൻ വ ഇദ്ദത്തിൻ മിൻ ഗൈരിഹി. വിവാഹം ചെയ്യപ്പെടുന്നവളിൽ അവൾ മറ്റൊരുത്തന്റെ നിക്കാഹിലോ ഇദ്ദയിലോ അല്ലാതിരിക്കൽ ഷർത്താണ്. ഇവിടെ നോക്കാം, വിവാഹം ചെയ്യപ്പെടുന്നവളിൽ അവൾ മറ്റൊരുത്തന്റെ നിക്കാഹിലോ ഇദ്ദയിലോ അല്ലാതിരിക്കൽ ഷർത്താണ്. ഇനി ആറാമത്തത് അജിബ് എന്നുള്ളതാണ്. മൽ വദിഅത്തു. വദിഅത്ത് എന്നാൽ എന്താണ് എന്നാണ്. അപ്പൊ അതിന്റെ അതിന്റെ ഉത്തരം നോക്കാം. അൽ വദിഅത്തു അഖ്ദ യഖ്ദി അൽ ഇസ്തിഹ്ഫാള എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അർത്ഥം എന്താണ്? സൂക്ഷിച്ചു വെക്കലിനെ തേടുന്ന ഉടമ്പടിക്കാണ് എന്ത് പറയുക? വദിഅത്ത് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. സൂക്ഷിച്ചു വെക്കലിനെ തേടുന്ന ഉടമ്പടിക്കാണ് വദിഅത്ത് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു സാധനം മറ്റൊരാൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക, അതിന് പറയുന്ന പേരാണ് എന്ത്? വദിഅത്ത്. രണ്ടാമത്തത് ബിമ യുഖദ്ദറു റീഹു വൽ ഖുസ്റാന ഫി ശിർക്കി. അതിന്റെ ഉത്തരം ബി ഖദ്രിൽ മാലൈൻ. എന്താണ് അവിടെ പറയുന്നത്? കൂറ് കച്ചവടത്തിൽ ലാഭം നഷ്ടം കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ്?
ബി ഖദരി മാലൈനി, അവര് ചിലവഴിച്ച ധനം അനുസരിച്ചാണ്. അപ്പൊ അവര് ആ ഒരു കൂറ് കച്ചവടത്തിന് വേണ്ടി ചിലവഴിച്ച ധനം അനുസരിച്ചിട്ടാണ് ആ കൂറ് കച്ചവടത്തിലെ പ്രോഫിറ്റ് അഥവാ ലാഭം എന്താക്കുക, ഓഹരി ചെയ്യപ്പെടുക. ഇത് എങ്ങനെ ലാഭം മാത്രമല്ല, ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുക. എന്ത് അടിസ്ഥാനത്തിലാണ്? അവർ ചിലവഴിച്ച ധനം അനുസരിച്ചിട്ടാണ്. ഇനി മൂന്നാമത്തത് വൽ മുഖറു ബിഹി വർബാനി മാ ഹുമ. മുഖറു ബിഹി രണ്ട് വിധമാണ്, അതേതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഒന്നെന്താണ്? ഹക്കുല്ലാഹി തആല വ ഹക്കുൽ ആദമി. ഒന്ന് അള്ളാഹുവുമായിട്ടുള്ള ഹക്ക്, രണ്ടാമത്തത് മനുഷ്യരുമായിട്ടുള്ള ഹക്ക്. നാലാമത്തത് കം അർക്കാനു നിക്കാഹി മാഹിയ. നിക്കാഹിന്റെ റുക്നുകൾ എത്രയാണ്? ഹംസത്തുൻ, അത് എത്രയാണ്? 5 ഒന്ന് സൗജത്തുൻ, ഒന്ന് ഭാര്യ, രണ്ടാമത്തത് സൗജുൻ ഭർത്താവ്, മൂന്നാമത്തത് വലിയ, നാലാമത്തത് ഷാഹിദാനി 2 സാക്ഷികൾ, അഞ്ചാമത്തതോ സിയാത്തു നിക്കാഹിന്റെ വചനം. ഇനി അഞ്ചാമത്തത് മൻ തജിബു അലൈഹിൽ ഇജാബത്തു ഫിൽ വലീമത്തി. അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? വലീമത്ത് സ്വീകരിക്കൽ ആരുടെ മേലൊക്കെയാണ് നിർബന്ധം എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം തജിബു അല ഗൈറ മഅ്ദൂരിൻ ബി അഅ്ദാരിൽ ജുമുഅത്തി വഗൈരി ഖാദി. തജിബുൽ നിർബന്ധമാകും. അപ്പം ഈ കല്യാണ സദ്യ സ്വീകരിക്കൽ എല്ലാവരുടെ മേലും നിർബന്ധമാണ്. അതിൽ നിന്ന് ഒഴികെ ആരൊക്കെയാണ് ഒഴിവായി നിൽക്കുക? അതാണ് ഇവിടെ പറയുന്നത്. തജിബു അല ഗൈരി മഅ്ദൂരിൻ ബി അഅ്ദാരിൽ ജുമുഅത്തി വഗൈരി ഖാദി. ആരൊക്കെയാണ്? ഖാദിയും ജുമുഅക്ക് ഉദ്ർ ഉള്ളവരുമല്ലാത്ത എല്ലാവർക്കും വലീമത്ത് സ്വത്ത് അഥവാ കല്യാണ സദ്യ സ്വീകരിക്കൽ എന്താണ്? നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ചോദ്യം, വലീമത്ത് സ്വീകരിക്കൽ ആരുടെ മേലാണ് നിർബന്ധം? അപ്പൊ അതിന്റെ ഉത്തരം ഖാദിയും ജുമുഅക്ക് ഉദ്ർ ഉള്ളവരുമല്ലാത്ത എല്ലാവർക്കും വലീമത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ജുമുഅക്കൊക്കെ പോകാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് എന്തില്ല, ഈ ഒരു വലീമത്ത് സ്വീകരിക്കൽ നിർബന്ധം ഇല്ല എന്നർത്ഥം. ഇനി 7ാമത്തെ ഭാഗം ഉക്തുബു അഹ്കാമി എന്നുള്ളതാണ്. അത് താഴെ കൊടുത്തതിന്റെ വിധികൾ എഴുതുക. ഒന്നാമത്തത് നവറ കുല്ലിൻ മിന സൗജൈനി ബഅദ അസ്മി അല നിക്കാഹിൽ ആഖറ. എന്താണ് അത് പറയുന്നത്? കല്യാണം കഴിക്കുമെന്ന് ദൃഢനിശ്ചയം അഥവാ ഉറപ്പിച്ച ആളുകൾക്ക്, ദൃഢനിശ്ചയം എടുത്ത ആളുകൾക്ക് പരസ്പരം കാണുന്നതിന്റെ വിധി എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? സുന്നത്താണ്. അപ്പോൾ കല്യാണം കഴിക്കുമെന്ന് ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഉറപ്പ് എടുത്ത ആളുകൾക്ക് പരസ്പരം കാണുന്നത് എന്താണ്? സുന്നത്താണെന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത് അൻ-നളുറു വൽ മസ്സു ബിൽ ഗിലാജി ഖദ്റ ഹാജതി. എന്താണ് അവിടെ പറയുന്നത്? ചികിത്സ ആവശ്യാർത്ഥം അന്യ ആളുകളുടെ ശരീരം നോക്കലും അത് സ്പർശിക്കലും, ആ ഒരു സ്ഥലം മാത്രം, ഈ രോഗം ആയിട്ടുള്ള ആ ഒരു സ്ഥലം മാത്രം നോക്കലും സ്പർശിക്കലും അതിന്റെ വിധി എന്താണ്? മുബാഹുൻ, അത് പറ്റും എന്നാണ് പറയുന്നത്. ഇനി 8ാമത്തെ ഭാഗം ഉക്തുബുൽ മഅ്ന. അപ്പൊ താഴെ കൊടുത്തതിന്റെ അർത്ഥം എഴുതാനാണ്. ഒന്നെന്താണ്? ജാഹുൻ സ്ഥാനം, 2 ഫിറാഖുൻ വേർപാട്, മൂന്നാമത്തത് ജുദാമുൻ കുഷ്ഠ രോഗം, 4 ഫിസ്ഖുൻ തെമ്മാടിത്തം, 5 തുഹമ്മത്തുൻ തെറ്റിദ്ധാരണ, 6 ആറാഉൻ അഭിപ്രായങ്ങൾ. ദുആവസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.